ഹായ്, എന്താ പാട്? സുഖല്ലേ? ഒരു 3 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. സംഭവം കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ടാണ്. എന്താ അങ്ങടെയൊക്കെ പാട്? സുഖല്ലേ? ഞാൻ ആ വോട്ടിന്റെ തലേസേ നമ്മളെ ശോഭല്ലേ, ഏത് പാലക്കാട്ടത്തെ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയുടെ ഒരു പൈസ കൊടുക്കുന്ന ഒരു വീഡിയോ, ഒരു നിഴല് പോയിട്ട് ഒരു പൈസയൊക്കെ കൊടുക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിരുന്നില്ലേ? ആ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ തന്നെ ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാ. പക്ഷെ എനിക്ക് ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 ദിവസമായി എന്നിട്ട് ഞാൻ ചെയ്യുന്നത്. സംഭവം എന്താണെങ്കിലും അത് മെയ് 5-ാം തീയതി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം അതിന്റെ യഥാർത്ഥ റിസൾട്ടും ജനങ്ങൾ കൊടുക്കുന്ന പരിഗണന എങ്ങനെയാണെന്നുള്ളത്. അതിലുപരി ഇത്രയും തെളിവ് സഹിതം ആ വീഡിയോ വീഡിയോ റെക്കോർഡായിട്ട് തന്നെ ഇത്തിരി സോഷ്യൽ മീഡിയ കൂടെ ഒക്കെ വന്നിട്ടും 37 പറയുന്നത് എന്താ നിങ്ങൾക്ക് അറിയില്ലല്ലോ. വേണമെങ്കിൽ ഒന്ന് കേട്ടോ. ചെറുപ്പക്കാരൻ, ഒരു 22-23 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം അമ്മയുടെ പ്രായമുള്ള എന്നെ നോക്കി സെക്ഷലി ഹറാസ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ 3 തവണ കാണിച്ചാൽ ഞാൻ കാറ് നിർത്തി അവന്റെ അരികിലേക്ക് ചെല്ലണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇന്നലെ രാത്രിയിൽ ചന്ദ്രനഗർ വീടിന്റെ മുന്നിൽ നീ എന്താണ് വന്നത് എന്ന് ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്. എന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. എന്തിനാണ് ഞാൻ താമസിക്കുന്ന വീടിന്റെ മുന്നിലേക്ക് രാത്രി 11:30 മണിക്ക് ആ ചെറുപ്പക്കാരൻ വന്നത്? എന്തായാലും നിങ്ങൾ ഉദ്ദേശിച്ചാവൂല. പിന്നെ ഈ ചെറുപ്പക്കാരൻ 23 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ഈ വീഡിയോ കയ്യോടെ എടുത്തിട്ട് പുറത്തു വിട്ടത്. ഇപ്പൊ പറയുന്നത് എന്താന്ന് ചോദിച്ചാ, ഈ 23 വയസ്സുള്ള ചെക്കം 37 സ്പെഷ്യലി നോക്കിക്കൊണുത്ര. അമ്മയുടെ അല്ല മുത്തശ്ശിയുടെ പ്രായമുണ്ട്. എന്താ അമ്മയുടെ പ്രായം? അങ്ങനെ തന്നെയാണ് തെളിച്ച് പറയാം. എന്തായാലും നിങ്ങളെ സ്പെഷ്യലി നോക്കി നിങ്ങൾക്ക് തോന്നിയില്ലേ? ഇങ്ങനെ മെഴുകാനും വേണം പൊന്നാര ശോഭയെ കുറച്ചു ഉളുപ്പ്. ഇത്രയും ആളുകൾ കണ്ടിട്ടും 37 പറയണേ അത് മനുഷ്യനല്ല, അത് നിഴലാണെന്ന്. അപ്പൊ നിഴലല്ല, കാരണം 37 സാരി നിഴല് ചുരിദാറും മുല്ലപ്പൂവും വെച്ചുക്കണം. അപ്പൊ നിഴലല്ല എന്നുള്ളത് ഏറെക്കുറെ 37 തന്നെ പിടുത്തം കിട്ടിയപ്പോ പറയാണ് 23 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ എന്നെ ശശലി നോക്കിയിരിക്കണം. പല്ലി 2 എന്താ പറയാ ഇങ്ങനെ വെക്കണത്. അതുകൊണ്ട് കാറ്റിന്റെ അഷിന്റെ കാറ്റാണ് പോവുകയാണ്. അപ്പൊ ശശലി നോക്കിയത് കൊണ്ട് 37 അവിടെ ജയിച്ചു. മനസ്സിലാക്കണം നിങ്ങള്. എല്ലാരും പൊട്ടന്മാരാ. ഓല് മാത്രാണ് ബുദ്ധി. അതായത് ഓലെ രാജ്യസ്നേഹമായി തന്നെ ഓലെ ബുദ്ധി. കണ്ണടച്ചങ്ങോട്ട് പാല് കുടിച്ച് ആരും അറിയില്ല എന്നുള്ള വിചാരാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, മെയ് 5-ാം തീയതി വന്നാൽ ഈ ശശലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. പിന്നെ എന്താ പറയാന്ന് നമുക്ക് നോക്കാലോ. ഇനി വേറെ വ്യക്തിനെ കൂടി എനിക്ക് കാണിച്ചു തരാം. എന്തിന്? സംഘികളെ ഒന്ന് താങ്ങണേ നമ്മളാ പോത്തുങ്കണ്ണല്ലേ ഓനെ. ഇതാ കണ്ടോ, പാലക്കാട്ടെ കോൺഗ്രസിന്റെ അവസാനത്തെ നാടകവും 8 നിലയിൽ ചീറ്റിയിരിക്കുന്നു. നിങ്ങൾ ഇത് കണ്ടില്ലേ? ഈ കഴിഞ്ഞ ദിവസത്തെ കലാശക്കൊട്ടില് ശോഭാ സുരേന്ദ്രനൊപ്പം അണിനിരന്ന ആയിരക്കണക്കിന് ആളുകളാ. ഇത് കണ്ട് കോൺഗ്രസ് വിറളി പിടിച്ച് തോൽവി ഭാരം ഒന്ന് കുറയ്ക്കാനുള്ള ഒരു തന്ത്രമാണ് ഈ പണം കൊടുക്കൽ നാടകം. അവര് പണം കൊടുത്തിട്ടാ നിങ്ങൾ തോറ്റത് എന്ന് പറയാനുള്ളൊരു ജാമ്യമെടുക്കല്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ തന്നെ കണ്ടില്ലേ, ഒരു സ്ത്രീ പണം കൊടുക്കുന്നതായിട്ടൊരു വീഡിയോയിൽ കാണിക്കുന്നു. ആ തരത്തിലേ ഉള്ളൂ. എന്നിട്ട് ആ സ്ത്രീ ഒരു പണം കൊടുക്കുന്നതായിട്ട് വീഡിയോയിൽ കാണിക്കുന്നു. അത് പണം കൊടുക്കല്ലേ, നേലാണേ. എന്റെയൊക്കെ ശങ്കിണി പറഞ്ഞത് കേട്ടില്ലേ? സ്പെഷ്യലായിട്ട് വന്നിട്ട് വീഡിയോ പിടിച്ചതാണ്. അങ്ങനെ പണം കൊടുക്കലൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ വെജെന്തിന് ഈ തെമ്മാടിത്തരം പറയുന്നു? ബാക്കി പറ. കാറിന്റെ അടുത്തുകൂടി ശോഭാ സുരേന്ദ്രന്റെ ഫോട്ടോ വെച്ച കാറിന്റെ അടുത്തുകൂടി നടത്തുന്നു. അവിടെ നിന്ന് അപ്രത്യക്ഷമാക്കുന്നു. എന്നിട്ട് പറയുന്നു ശോഭയാണോ എന്തോ ചെയ്തത് എന്ന്. ഉളുപ്പില്ല കോൺഗ്രസ്സുകാരാ. ഒരു തോൽവിക്കും ഒരു അന്തസ്സില്ലേ? ജനം നൽകുന്ന ഒരു വിധി ഏറ്റെടുക്കണോ? അല്ലാതെ ജനത്തിന്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തരുത്. ഈ ഉളുപ്പുകെട്ട പണം കൊടുക്കൽ നാടകത്തിന് കോൺഗ്രസിന്റെ മണ്ടയ്ക്ക് തന്നെ പാലക്കാട്ടെ ജനത വിധി എഴുതുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. വേണം, അനക്കത് മനസ്സിലാകും. എന്താ ഇവനോടൊക്കെ പറയല്ലേ? ഇത്ര ഉളുപ്പില്ലാതെയാണ് മോന ഈ നുണയണെന്ന് അറിഞ്ഞിട്ട് പോലും പറയണ. എന്താ പറയണ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കോൺഗ്രസ്സുകാർ കൊണ്ടുപോയിട്ട് പൈസ കൊടുത്തിട്ട് ഈ പെണ്ണിനെ ശോഭയുടെ കാറിന്റെ അധീനം നടത്തിയെന്ന്. ഇവള് ശോഭയുടെ കാർക്ക് കയറുന്നതും ശോഭയുടെ കാറിൽ നിന്ന് ഇറങ്ങുന്നതും അതിന് പോയി പണം കൊടുക്കുന്നതും മാത്രമല്ല, സകല BJP നേതാക്കന്മാരായിട്ട് നിൽക്കുന്ന സെൽഫി, മുമ്പത്തെ വീഡിയോ, ഫോട്ടോസ്
ഒക്കെ ഉണ്ടായിട്ടും ഈ പോത്തുംകണ്ണം പറയുന്ന പറച്ചിലുണ്ടോ ഇവൻ്റെത് വിട്. കാരണം എന്താ അറിയോ, ഇമ്മ ചൂണ്ടി കാണിച്ചെടുത്തിട്ടും വാപ്പാനെ അംഗീകരിച്ചാത്ത കരുനായാണ് ഇവനോടൊക്കെ എന്ത് പറയാനാ. ഇവൻ ഈ അൽമിനിയക്കൂടെ കല്ലുമ്മക്കൂണമായിട്ടുള്ള ചളിങ്ങിയ മോന്തയും കൊണ്ട് ഓൻ പറയണത് ഓനിക്കന്നെ അറിയില്ല ഇതെന്താ പറയണേ എന്താ ചെയ്യണേ എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, വാപ്പാനെ അടക്കം ചൂണ്ടിക്കാണിച്ചിട്ട് അംഗീകരിക്കാത്തവനാണ് പിന്നെ ഇവനിക്ക് എന്താന്ന് വെച്ചാ ഇവനിക്ക് കുറച്ച് ഇവൻ മുസ്ലിമിന്റെ പേരിലാണല്ലോ നിൽക്കുന്നത്. അപ്പൊ ആ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവന് ആരിഫ് ഹുസൈനൊക്കെ നിരീശ്വരവാദത്തിന്റെ കളിയും പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ പച്ചർച്ച് തിന്ന സംഘികൾക്ക് കൂട്ടു നിൽക്കുന്നതും കൂട്ടിക്കൊടുക്കുന്നതും. ഇവനൊക്കെ അവന്റെ പെരക്കാരെ വരെ കൂട്ടിക്കൊടുക്കും. അത്രക്ക് മറ്റേ എന്താ പറയാ ഭക്തിയാണ് മോഡിനോടും മോഡിയുടെ ആളുകളോടും. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ മൂപ്പത്തിയാർ അവിടെ നിന്നിട്ട് പറഞ്ഞു എന്ത് അത് ശശ്വലിയാണെന്നും പിന്നെ അത് നേലാണെന്നും. അത് ഏറ്റുപിടിച്ചാൻ വന്നിക്ക. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ശോഭക്ക് പറയാനുള്ള എന്താ അറിയോ, അതും കൂടി അതാണ് കേട്ടോ. നമസ്കാരം. ഞാൻ ഒപ്പമുണ്ടാകും എന്നുള്ളത് വെറും വാക്കല്ല. നിങ്ങളുടെ ഒരു വാട്സപ്പ് മെസ്സേജിനപ്പുറം ആശങ്കകളും പരാതികളും പരിഹരിക്കാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സഹോദരിയായും അമ്മയായും. പൊന്നു മകളെ, അങ്ങനെയൊന്നും പറയല്ലേ. ഞങ്ങളെ അമ്മയായി സഹോദരിയായി അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ. ഇങ്ങനത്തെ ഒന്നും വാക്കുകളിൽ വരരുത്. കാരണം എന്താ അറിയോ, ഷെഷലിയിൽ ആരെങ്കിലും ഒക്കെ വന്നിട്ട് നിങ്ങളോട് മുണ്ടിയാലേ അതൊക്കെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് മെയ് 5 അറിയാം നിങ്ങളെ യഥാർത്ഥത്തിലെ സഹോദരി സ്നേഹവും രാജ്യസ്നേഹവും മാതൃസ്നേഹവും ഒക്കെ കേട്ടോ. എന്തല്ലേ ഇവറ്റയുടെ അവസ്ഥ. ഇവറ്റയുടെ മഹിമ എത്ര പറഞ്ഞാലും തീരൂല. ഈ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇവര് ചെയ്ത് കൂട്ടുന്നതും ഇവര് പറയുന്നതും നിങ്ങൾക്ക് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം, ഒന്ന് കണ്ടോക്കാം. നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ പ്രേമിച്ച് സിറിയയിൽ കൊണ്ടുപോകാം. എന്തിനാ സിറിയയിൽ കൊണ്ടുപോകാം? 60 പേരുടെയൊക്കെ ഭാര്യയായിട്ടാണ് ഒരു പെൺകുഞ്ഞിനെ ഉപയോഗിക്കുന്നത്. തീവ്രവാദികളാണ്. നിങ്ങൾ തീവ്രവാദികൾക്ക് എണ്ണം കൂട്ടാൻ പ്രസവിച്ച് കൂട്ടുകയാണ്. അതിന് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാം. ഇതാരാ തടയേണ്ടത്? നമ്മുടെ സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പറഞ്ഞാൽ പറയും മതേതരത്തിൻ്റെ. കേട്ടോ നിങ്ങളെ, അതായത് നമ്മുടെ പെൺകുട്ടികളെ പ്രേമിച്ച് സിറിയയിൽ കൊണ്ടുപോവുകയാണ്. ഒരാൾക്ക് 60 ഭാര്യമാരാണ്. പിന്നെ ഇവിടുന്ന് പെൺകുട്ടികൾ അങ്ങനെ കടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. എങ്ങനെ സിറിയക്ക് ആട് മേക്കാനും പിന്നെ 60 മറ്റേ ഭാര്യമാർക്ക് എണ്ണം തേക്കാനും കൂളായി നിന്ന് പറയണേ. അത് നമ്മുടെ ഈ കേരളത്തിലെ മലയാളികളോടാ പറയണേ. അതാണ് ഏറ്റവും വലിയ ഇതിന്റെ രസം. പിന്നെ അത് മാത്രമല്ല, ഇനി ആദ്യം ഒരു കാര്യം പറയട്ടെ, എൻ്റെ പെണ്ണുങ്ങളോ മക്കളോ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിയിന് ഞങ്ങൾ എന്ത് പയച്ചു? ഇജ ആ ഷാഗി തന്നെ പോയി തരേ, അവിടെ ഏതെങ്കിലും മൂലക്ക ഉണ്ടാവും. നേരെ ഒന്നാണ് തരണാൽ മതി, ഓല കിട്ടും. ഇനി ഓലെന്ന് മാറ്റി നിൽക്കുക. ഇനിയിപ്പോൾ ഈ പറഞ്ഞത് സത്യമാണെന്ന് വെക്കുക. എങ്ങനെ? അതായത് ഇവിടുന്ന് മറ്റേ ഇന്ത്യയിൽ നിന്ന് അത്രയും പെൺകുട്ടികളെ സിറിയയിലേക്ക് ഇങ്ങനെ മതം മാറ്റാനും മറ്റേ തീവ്രവാദം പഠിപ്പിക്കാനും ഒക്കെ കൊണ്ടുപോകുന്നുണ്ടെന്ന് ഇജ്ജ് പറഞ്ഞു. ഇജ്ജ് അത് അംഗീകരിച്ചത് കൊണ്ടും അനക്ക് അത്രയും ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ഇജ്ജ് പറഞ്ഞത്. അപ്പൊ ഇതിന് കാരണം ആരാ? കേന്ദ്ര സർക്കാരെന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് കൊണക്കുന്ന നിന്റെയൊക്കെ പാർട്ടി ഇല്ലേ, ഓലൊക്കെ നട്ടലിന് പകരം വാഴപ്പിണ്ടി പോലും ഇല്ലാത്ത ആളുകളാണെന്നല്ലേ അതിനർത്ഥം. ഒന്നിനും കഴിയുന്നില്ല. കാരണം അവര് ഭരിക്കുന്ന ഈ മറ്റേ കേന്ദ്രം ഭരിക്കുന്നത് അവരാ, ഇന്ത്യ ഭരിക്കുന്നത് അവരാണ്. അവർക്ക് പോലും തടയാൻ കഴിയാതെ അവരുടെയും കണ്ണ് വെട്ടിച്ചിട്ട് ഇത്രയും ആളുകളെ സിറിയയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എന്ത് തോൽവിയാടാ എന്റെ പാർട്ടിയൊക്കെ. ആ പാർട്ടിയാണോ പിന്നെ കേരളത്തിൽ വരണമെന്ന് ഈ പറയുന്നത്? വെറുതെ ഇങ്ങനെ കടന്ന് ചലച്ചിട്ടും വർഗീയത പറഞ്ഞിട്ടും നിൽക്കാതെ സുമേഷ് കാവിപ്പട, രമേശ് കാവിപ്പട ഇവരൊക്കെ പോയിട്ട് ഓലോട് ചോദിച്ചു നോക്ക്, എൻ്റെ മക്കളും എൻ്റെ കെട്ടിയോളും എവിടെയെന്നുള്ളത്. ഓലക്കാരം കൊണ്ടേക്കണത് കേട്ടോ. അതിന് വെറുതെ മുസ്ലിങ്ങളെ നെഞ്ഞത്തേക്ക് പറഞ്ഞിട്ടും വർഗീയത ഛർദ്ദിച്ചിട്ടും വിഷം തുപ്പിയിട്ടും ഒരു കാര്യമല്ല മോനെ. ഇതൊക്കെയാണ് ഇവരെ കോലം. ഇവരാണ് കേരളം ഭരിക്കണം. ഇവരൊക്കെ കേരളം ഭരിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയൊക്കെ ആകാൻ നിൽക്കുന്ന ആളാവാം. ആലോചിച്ച് നോക്കണം. ഇവരുടെ മഹിമ എത്ര പറഞ്ഞാലും തീരൂല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലം പോട്ടെ. ശരി എന്നാ.